ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ പ്ലേസ്, ആ പ്ലേസിൻ്റെ എല്ലാ ഇതിലും കൂടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ടീസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ലൈക്ക് ഏതൊക്കെ സൗണ്ട്, സ്മെല്ല്, ആക്ടിവിറ്റീസ്. യു വിൽ ലേൺ ടു ഡിസ്ക്രൈബ് എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഗിവൻ ലൈക്ക് പേഴ്സണലൈസ്, ഡിസൈൻ, എക്സിക്യൂട്ട് ആൻഡ് യൂസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലൊക്കേഷൻസിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇതിൽ തന്നെ ലൊക്കേഷൻ സൈസിൽ തന്നെ ഒരു ഇതുണ്ട്. ദേ ലിവ് ടു മൂവ് ഡിഫറെൻറ്റ് പ്ലേസസ്, ഹൗസ്, ഓഫീസ്, ഫാക്ടറി ആൻഡ് മാർക്കറ്റ്. അങ്ങനെയുള്ളതിന് ലൊക്കേഷൻ സൈസ് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ കൂടി എല്ലാം ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം. യു ഡിസ്ക്രൈബ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ലുക്ക് പ്ലാസ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം മാക്സിമം നമ്മൾ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഇതിനെ കുറിച്ചിട്ടും പ്ലാറ്റ്ഫോം അറിയില്ലേ, റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ലൊക്കേഷൻ ഏരിയയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലായിരിക്കണം അത് പറയേണ്ടത്. പിന്നെ ഹിൽസിനെ കുറിച്ച് അതിനെ കുറിച്ചിട്ടുള്ളതിൽ പിന്നെ ഹിൽസ്, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഒരു മാറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇതെടുത്താലും നമ്മൾ അതിനെ ഓൾറൗണ്ട് ആയിട്ടുള്ള എല്ലാം, ഈവൺ ഫേഷ്യൽ ഇതുവരെ നമ്മൾ ഏതിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ഈ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്ലേസസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം സൗണ്ട്സ് ആൻഡ് സ്മെല്ല് അതുവരെ ഇതിലുണ്ട് പറയണമെന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് പ്ലേസ്, അതിൻ്റെ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഒരു ഇത് പറയുമ്പോൾ എക്സാമ്പിൾ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്, ആ റെയിൽവേ സ്റ്റേഷൻസിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അതിൽ നമ്മൾ ഉൾപ്പെടുത്തുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഒബ്ജക്റ്റീവ്സ്, പ്രാക്ടിക്കലായിട്ടുള്ള ഇത് ഒബ്ജക്റ്റീവ്സും അതിൽ ഉൾപ്പെടുത്തുക. ഒബ്ജക്റ്റീവ് അസോസിയേറ്റഡ് വിത്ത് പ്ലേസ്, അതായത് പെർട്ടിക്കുലർ ഒബ്ജക്റ്റുകൾ. ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ ആവാം, പോസ്റ്റ് ഓഫീസ് ആവാം, ബസ് സ്റ്റാൻഡ് ആവാം, പിന്നെ ബിസി സ്ട്രീറ്റ്സ് ആവാം, ഹോസ്പിറ്റൽസ് ആവാം. അങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിനെ ഫോക്കസ് ചെയ്ത് അറ്റ് വേരിയസ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് പാർട്ട് ഓഫ് ദ സ്ക്രീൻ, അങ്ങനെയുള്ളതിൽ ഒരു വേരിയസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് പ്ലേസസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് ചെയ്യാൻ എക്സസൈസായിട്ട് ചെയ്യുന്നിട്ടുണ്ട്. അതൊരു ഹോസ്പിറ്റലിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. ആ ഹോസ്പിറ്റലിൻ്റെ ഇതിൽ നമ്മൾ എല്ലാം വെച്ച് എന്ത് ചെയ്യാം, അത് വെച്ച് നമ്മൾ എല്ലാ മെത്തേഡും വെച്ചിട്ട് ചെയ്യുന്നതിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പിക്ചേഴ്സ് അനലൈസ്. അതായത് ഇതിൻ്റെ തന്നിട്ടുള്ളതിൽ എൻ്റെ പിക്ചർ അനലൈസേഷൻ കൂടി ഇതിലുണ്ടാവുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ അതും കൂടി ഉണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷൻ്റെ തേർഡ് ആണ് ഡിസ്ക്രൈബിങ് കണ്ടീഷൻസ് ഓഫ് ഡിസ്ക്രൈബ് കണ്ടീഷൻസ് ഇൻ ഓഫ് പ്രോസസ്സ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷൻ്റെ ലാസ്റ്റ് മെത്തേഡാണ്. ഈ ലാസ്റ്റ് മെത്തേഡിൽ ഡിസ്ക്രൈബ് കണ്ടീഷൻസിൽ ലാസ്റ്റ് മെത്തേഡിൽ പറയുന്നതെന്ന് വെച്ചാൽ ഡിസ്ക്രൈബിങ് ഫ്രണ്ട് കണ്ടീഷൻ ഓഫീസ് വർക്ക് ടു യു ആർ നോട്ട് എ കണ്ടീഷൻസ് പോയിന്റ് ബ്രോക്കൺ ഫർണിച്ചർ ആൻഡ് ഡ്യൂട്ടി ഫയൽസ് ഓൾസോ മെൻറ്റ് റൈറ്റ് ലെറ്റർ എഡിറ്റർ. അപ്പം ഇതിൽ നമുക്കൊരു പാസേജാണ് തന്നിട്ടുള്ളത്. ആ പാസേജിൽ നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക, നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിൽ നമ്മളതിനെ പിന്നെ ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്ക്രിപ്റ്റീവ് കണ്ടീഷൻസിൽ നമ്മളൊരു പാസേജ് ഉണ്ട്. ആ പാസേജ് വായിച്ചിട്ട് അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി നോക്കാം. അപ്പോൾ ഇത് സെൽഫ് ചെക്ക് അനാലിസിസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പം ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ എങ്ങനെ അതിൻ്റെ എല്ലാ മാനേഴ്സ് ഇത് പ്രിൻസിപ്പൾസ് ഉപയോഗിച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി അത് ശ്രദ്ധിക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബിങ് പ്രോസസ്സ് ആണ്. ഡിസ്ക്രൈബിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ എക്സസൈസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതിപ്പോൾ പാസേജ് വായിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിങ്, ക്വസ്റ്റ്യൻ എയർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബിങ് പ്രോസസ് ആണ്. യു ഓഫൺ നീഡ് ഡിസ്ക്രൈബ് തിങ്സ് മെയ്ഡ്, ഹൗ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പാരൻറ്റ്, ഹൗ തിങ്സ് ആർ മെയ്ഡ്. അത് ഇങ്ങനെ തന്നെയാണ് ടു ഹൗസ് വൈഫ്സ് നമ്മൾ രണ്ടുപേരുള്ള കോൺവെർസേഷൻസ് വെച്ച് അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഇത് ഡിസ്ക്രൈബിങ് പ്രോസസ്സിൽ പറയുന്നത്. ഹൗ തിങ്സ് ആർ മെയ്ഡ് എന്ന് ഇൻസ്ട്രുമെൻ്റൽ എന്ന് പറയുന്നത് രണ്ട് കോൺവെർസേഷണൽ വേർഡ് തോട്ട് പാസേജ് തന്നിട്ട് അതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെയാണ് ഇതെന്നത് ഡിസ്ക്രൈബിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൽ വേറെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഡയഗ്രാം ബിലോസ് ഷോസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് മേക്കിംഗ് കോക്കനട്ട് chutney. The arrows used directions of process where ingredients are added, curved arrows, no movements. അതായത് നമ്മളൊരു കോക്കനട്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കുറേ ഘടകങ്ങൾ വേണം അല്ലേ. ആ ഘടകങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു വലിയൊരു എന്താവുള്ളൂ, ഒരു ചട്നി ആവുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണ്ടുന്ന ഘടകങ്ങൾ എത്രയാണ് അതുപോലെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ തരുമ്പോൾ നമ്മൾ എല്ലാ തലത്തിലും നമ്മളത് ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷനിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊരു ഇതായിട്ട് തന്നിട്ടുണ്ട്. അത് ഒരു ഡയഗ്രം ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഹൗ ഇൻസ്ട്രുമെൻ്റ് അപ്പാരലൽ ടു ബി യൂസ്ഡ്, ഹൗ ടു ബുക്ക്ലെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അതത്ര കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. നമുക്കിത് ജസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷന് ഒരു ഇത് കിട്ടിയാൽ മതി, ഒരു മെത്തേഡ് സ്ട്രക്ചർ കിട്ടിയാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഒരു പേഴ്സണെ ആയാൽ, ഒരു ഹോസ്പിറ്റലായാൽ, ഒരു റെയിൽവേ സ്റ്റേഷനെ ആയാൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ കൂടുതലും എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. അതുകൊണ്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടത്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് കോമ്പോസിഷൻ എന്നാൽ എന്താണെന്ന് പറഞ്ഞു. ഡിസ്ക്രിപ്റ്റീവ് കോമ്പോസിഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ രീതികളിലാണ്, ഏതൊക്കെ മെത്തേഡിലാണ് എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. സൈസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ തന്നാൽ, ഒരു 100 വേർഡ്സ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തമുള്ള ഒരു ഈവണിൻ്റെ ഹെഡിൻ്റെ വരെ പിന്നെ ഫീച്ചേഴ്സ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. അതിനാണ് സൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏജ് വരും, ഹൈറ്റ് വരും, വെയിറ്റ് വരും, അതൊക്കെ ഇതിൽ വരും. ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മൊത്തത്തിൽ ഇതിൽ വരുന്നുണ്ട്, സൈസിൽ വരുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ചെന്നാൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു വെച്ച് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അപ്പിയറൻസസ് ഒക്കെ ചോദിക്കുന്നതിലാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് വരുന്നുണ്ട്. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഡ്രസ്സ്, ഈവൻ ഡ്രസ്സ് വരെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഫേസ് എക്സ്പ്രഷനിൽ വരുന്നതാണ്. പിന്നെ ഹാബിറ്റ്സ്, ലൈക്സ്, ഡിസ്ലൈക്ക്, ആക്ടിവിറ്റീസ്, ഇത്രയാണ് ഫസ്റ്റിലുള്ളത്. പിന്നെ സെക്കൻഡ് പാർട്ട് 20 ഡിസ്ക്രിപ്റ്റീവ് കമ്പോസിഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിൻ്റെ ലൊക്കേഷനും സൈസിനെയാണ് കൂടുതൽ കൊടുക്കുന്നത്. സൗണ്ട്, സ്മെല്ല്, ഒബ്ജക്റ്റീവ് അസോസിയേറ്റഡ് വിത്ത് എ പ്ലേസ്, പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്, അതെന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആവാം, ഹോസ്പിറ്റൽ ആവാം. പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. പിന്നെ പിക്ചേഴ്സ് അനാലിസിസ് ആണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് കോമ്പോസിഷൻ്റെ തേർഡ് പാർട്ടാണ്. അതിൽ ഡിസ്ക്രൈബിങ് കണ്ടീഷൻ പ്രോസസ്സാണ്. ആ കണ്ടീഷൻ പ്രോസസ്സിൽ നമ്മൾ 2 കോൺവെർസേഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു പിക്ചർ അനാലിസിസുമാണ് ചെയ്യുന്നത്.